ഇന്ന് കുറച്ച് വൈറ്റമിൻ ഡി ഒക്കെ കൊണ്ട് ഡേ 3 സ്റ്റാർട്ട് ചെയ്യാല്ലേ. ഇന്ന് മൺഡേ ചെസ്റ്റ് ഡേ ആയിരുന്നു കേട്ടോ. അഞ്ജലി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ഉഷാറില്ലായിരുന്നു. ബട്ട് 30 days ചലഞ്ച് എടുക്കുന്നത് അവിടെ കുറച്ച് പേർക്ക് അറിയായിരുന്നു. അങ്ങനെ രാജീവേട്ടനാണ് കേട്ടോ വീഡിയോ എടുത്തു തന്നെ. കുരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു. പുള്ളിയുടെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ ഓടി നടന്ന് വീഡിയോ എടുക്കുമായിരുന്നു. ഇപ്പോൾ ജിമ്മിൽ വരാൻ മടി കുറച്ച് കുറവാണ് കേട്ടോ. ജീസ് പറയുന്ന പോലെ പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ്. ചില സെറ്റ് ഫസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ച് പാടായി തോന്നും, പിന്നെ സെറ്റാകും. ഓരോ ദിവസവും ഓരോരോ അനുഭവങ്ങളായി തോന്നാറുണ്ട്. അങ്ങനെ ഇന്ന് ഓഫീസിൽ പോകുന്ന വഴിക്ക് കുറുക്കഞ്ചേരി ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് കണ്ടു കേട്ടോ. കാണാൻ നല്ല ഭംഗിയായിരുന്നു. സത്യം പറഞ്ഞ ഓഫീസിൽ പോകാനേ തോന്നിയില്ല. പിന്നെ മൺഡേ എങ്ങനെയാ ലീവ് പറയുന്നതെന്ന് ഓർത്ത് ഓടിപ്പോയി. ഇന്ന് കുറച്ചധികം ക്ലയന്റ് മീറ്റിംഗ്സും വർക്കും കൂടുതലായിരുന്നു കേട്ടോ. മൺഡേ അല്ലേ. ഇന്ന് ഈവനിങ് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓൾ തിങ്സ് സോർട്ടഡ് മാസ്റ്റർ ബ്രൈറ്റ് സെന്തിലേട്ടൻ. ശരിക്കും പുള്ളി ഒരു റീസൺ കൂടെയാണ് കേട്ടോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ. അതുപോലെ മോട്ടിവേറ്റിംഗ് അഡ്വൈസും ഒക്കെ പുള്ളി തരാറുണ്ട്. എ പേഴ്സൺ വിത്ത് ഗുഡ് സോൾ അങ്ങനെയൊക്കെ പറയും. ലൈഫിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ സന്തോഷവും സങ്കടങ്ങളും പങ്കുവെക്കാനും കൂടെ ഒരു യാത്ര പോകാനും ഒരുപാട് പേരൊന്നും വേണമെന്നില്ല, ഒരാൾ മാത്രം മതി. അഞ്ജലി അങ്ങനെ ഒരാളായി തോന്നാറുണ്ട് കേട്ടോ. ഇടുക്കി ഗോൾഡ് എന്നൊക്കെ പറയാം. അങ്ങനെ ഇന്ന് രാത്രി പൂരം കൊടിയിറങ്ങുമായിരുന്നു കേട്ടോ. ക്ഷേത്രത്തിൽ തിരക്കൊക്കെ കുറവായിരുന്നു. കമ്പിത്തിരി കത്തിക്കലും പടക്കം പൊട്ടിക്കലുമായി നല്ല രസമുണ്ടായിരുന്നു. ഇനിയും 1 വർഷം കാത്തിരിക്കണം അടുത്ത പൂരത്തിനായി. അങ്ങനെ ഒരു കമ്പിത്തിരി അവർ എനിക്ക് നൽകി കേട്ടോ. സത്യം പറഞ്ഞ ആ ഒരു മൊമെന്റ് റിയലി ഹാപ്പി ആയിരുന്നു. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു കമ്പിത്തിരി ഞാൻ കത്തിക്കുന്നത്. തിരിച്ച് ഞാൻ എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് തിരിഞ്ഞു പോയോന്ന് ഒരു തോന്നൽ കൊടുത്തു. അങ്ങനെ ഭഗവാനോട് നന്ദിയും പറഞ്ഞ് യാത്ര പറഞ്ഞ് ഇറങ്ങി. ബാക്കി കഥകൾ നാളെ ആകാം അല്ലേ.